കടം കൊടുത്താൽ അതൊന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു നന്മയാണ്. ഈ കടം കൊടുത്ത ആള് മഹാസാധു, ഓനെന്തോ ഒരു അപരാധം ചെയ്ത പോലെ പിന്നെ ഇയാളെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം, പലജാതി ഹിക്കുമത്ത് പറയണം, ഇടക്കിടക്കിടക്കിടക്ക് മാനം കെട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. മൂപ്പരാളൊരു 10 വിളിയൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കൂല. പിന്നെ വേറെ ഏതെങ്കിലും അറിയാത്ത നമ്പറൊന്നൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം എനിക്കെന്റെ പൈസ വേണ്ടി എന്ന് പറയുമ്പോ അങ്ങോട്ട് ചൂടാവും. അന്നോടല്ല ഞാൻ പറഞ്ഞത് തരാന്ന്. എന്താ വെച്ചാൽ ഇവനെന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ് പിന്നെ സമീപനം. സത്യത്തിൽ കടം വാങ്ങിയ അയാൾ ഇന്ന ദിവസം കൊടുക്കാന്ന് പറഞ്ഞാൽ അന്ന് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അന്ന് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അന്ന് കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഇയാളുടെ സമ്മതത്തോടു കൂടെ മറ്റൊരു ഡേറ്റ് വാങ്ങണം. നമ്മളിപ്പോ അതിന്റെ അപ്പുറമാണ് പറയണത്. കടം 1 ലക്ഷം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ 1,10,000 കൊടുക്കണം എന്നപ്പോ പറയണത്. ആ ഉള്ള പൈസ എന്നോ നേരാവണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10,000 കൊടുക്കുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. 10 കൊല്ലം മുന്നേ 1 ലക്ഷം വാങ്ങിയയാൾ ഇപ്പൊ 1 ലക്ഷം തിരിച്ചു കൊടുക്കാണ് സങ്കല്പിച്ചോളൂ. 10,000 കൊടുത്തിട്ട് എന്താ കാര്യം? 10 വർഷം മുന്നേ ഒരു പവൻ സ്വർണത്തിന് ചിലപ്പോ 35,000 റുപ്യ ആയിരിക്കും. ഇപ്പൊ ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം കവിയും. അപ്പൊ അന്നത്തെ 1 ലക്ഷം കൊണ്ട് 3 പവൻ സ്വർണം വാങ്ങായിരുന്നു. ഇപ്പത്തെ 1 ലക്ഷം അയാൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ട് 1 പവൻ കഷ്ടിച്ചേ കിട്ടുള്ളൂ. അപ്പൊ എന്തൊരു നഷ്ടമാണ് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ ചെറിയൊരു ആശ്വാസത്തിന് 1,10,000 കൊടുക്കാന്ന് പറയണത് ഇത് സുന്നത്തുമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ 1 ലക്ഷം കടം തരാം, 1 മാസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു തരുമ്പോൾ 1,10,000 വേണം എന്ന് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കടം വാങ്ങുന്നതോ ഒരാൾ കടം കൊടുക്കുന്നതോ ഹറാമാണ്. കാരണം ഇടപാടിന്റെ സമയത്ത് ലാഭത്തെ അല്ലെങ്കിൽ വർധനവിനെ നമ്മൾ കണ്ടീഷൻ വെച്ചു എന്നുള്ളതാണ്. കടം കൊടുക്കണമെന്ന് നേരാമണ്ണം തിരിച്ചു കൊടുത്താൽ തന്നെ വലിയ നന്മയാണ്.